ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്ത് എക്സ്പെരിമെൻ്റ് ആണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, സ്പൂൺ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പാത്രം നിറച്ചും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നാരങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ 2 ഗ്ലാസ്സിലും ഈ പാട്ടിലും നിറച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തില്ല കേട്ടോ, ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം ഉപ്പ് ഈ വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടുന്ന വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ മറ്റേ ഗ്ലാസ്സിൽ നമ്മൾ ഉപ്പിടേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അത് അതേപോലെ നോർമലായിട്ട് നിന്നാൽ മതി. ഇനി ഉപ്പിട്ട വെള്ളത്തിൻ്റെ അത് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം, പിന്നെ ഉപ്പിടാത്ത വെള്ളത്തിൻ്റെ അത് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നോക്കിക്കുക നിങ്ങൾ, ഇതുണ്ടോ, ഉപ്പില്ലാത്ത വെള്ളത്തിൽ നാരങ്ങ താഴ്ന്ന് കിടക്കുകയാണ്, പക്ഷേ ഉപ്പ് ഇട്ട വെള്ളത്തിൽ നാരങ്ങ പൊന്തി കിടക്കുകയാണ്. ഇതെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? ഞാൻ വേറെ ചെറുങ്ങനെ ഒന്ന് ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിൽ നിന്ന് നാരങ്ങ എടുത്ത് മാറ്റുകയാണേ, ഒന്നിൻ്റെ അകത്ത് മാറ്റി. എന്നിട്ട് ഉപ്പില്ലാത്ത വെള്ളത്തിലുണ്ടായിരുന്ന നാരങ്ങ ഉപ്പുള്ള വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടോട്ടോ, പക്ഷെ അത് താഴ്ന്ന് കിടക്കുകയാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് നാരങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉപ്പുള്ള വെള്ളത്തിൽ നിന്ന് എടുത്തത്, പക്ഷെ അത് പൊന്തി നിൽക്കുന്നുണ്ട്, മറ്റേത് താഴ്ന്ന് കിടക്കുകയാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും അത് എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ മറ്റേ ഉപ്പിട്ട വെള്ളത്തിൽ ആ നാരങ്ങ പൊന്തി കിടക്കുന്നുണ്ട്, പക്ഷേ മറ്റേത് താഴ്ന്ന് കിടക്കുകയാണ് കേട്ടോ.